പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ ലോകം ചുറ്റുപാടും എന്നതിന് ഒരു പ്രതികരണവും ഒരു വിശകലനവും ഒക്കെയാണ് ഈ പങ്ക്തിയിലൂടെ ഉദ്ദേശിക്കുക. നമ്മളിന്ന് നമ്മുടെ ചുറ്റുപാടും കൂടുതൽ ചർച്ചാ വിഷയമാകുന്ന കാര്യങ്ങളാണ് നമ്മുടെ പരിചിന്തനത്തിന് വിധേയമാകുന്നത്. ഓണമാണല്ലോ ഇന്ന്, അത് തന്നെ ഇന്നൊരു വിഷയമാണ്. ഇത് ക്രൈസ്തവരുടെ ഇടയിലേക്ക് ഒരു ചർച്ചയായിട്ട് കടന്നു വരേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നു. കാരണം നമ്മൾ എത്രയോ കാലം തൊട്ടാണ് ഈ ഓണം ആഘോഷമായിട്ട് നമ്മൾ ആചരിച്ചു പോന്നിരുന്നത്. ഓണത്തെക്കുറിച്ച് എന്തെങ്കിലും പറയണമല്ലോ എന്ന് കരുതിയിരിക്കുമ്പോഴാണ് തൃശ്ശൂർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിന് സഹായത്താനും കൂടി ഊഞ്ഞാലാടുന്ന ഒരു ചിത്രം ടി വിയിൽ കാണാനിടയായി. ടി വിയിലല്ല, യൂട്യൂബിൽ കാണാനിടയായി. ആലോചിച്ച് നോക്കിയേ, വളരെ സന്തോഷകരമായൊരു കാര്യമാണ്. ഞാൻ എൻ്റെ അജപാലന കാലഘട്ടങ്ങളിലൊക്കെ ഏത് പള്ളിയിലിരുന്നാലും ഓണക്കാലത്ത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ചും ഊഞ്ഞാൽ കെട്ടുക പതിവായിരുന്നു. അത് കുടുംബാളുകളൊക്കെ വളരെ ഗൗരവമായിട്ട് കൈകാര്യം ചെയ്തിരുന്ന ഒരു കാര്യമാണ്. ആ നാട്ടുകാർ മുഴുവൻ സന്തോഷത്തോടെ വന്ന് ആ ഊഞ്ഞാലാടി ആഹ്ലാദം പ്രകടിപ്പിക്കുന്ന കാണുമ്പോൾ നമ്മുടെ സമൂഹത്തിന് കിട്ടുന്ന ഒരു ഉണർവാണ് ഇതൊക്കെ. അപ്പൊ അതുകൊണ്ട് ക്രൈസ്തവരോട് ആഘോഷിക്കുമ്പം എല്ലാ ആഘോഷങ്ങൾക്കും 2-3 മാനങ്ങളുണ്ട്. ഒന്ന് അതിൻ്റെ റിലീജിയസ് മാനമായിരിക്കും. നമുക്കത് പ്രശ്നമല്ല, നമ്മൾ റിലീജിയസ് മാനം മൈൻഡ് ചെയ്യുന്നതേ ഇല്ല. പക്ഷേ സാംസ്കാരികവും സാമൂഹികമായ മാനങ്ങളുണ്ട്, അത് പ്രധാനപ്പെട്ട കാര്യമല്ലേ. അപ്പോൾ ഇന്ന് നമ്മുടെ ആൾക്കാർക്ക് എല്ലാവരും കൂടി മാനവരെല്ലാവരും ഒന്നുപോലെ എന്ന് പറഞ്ഞ് ഈ നാട്ടുകാരെല്ലാവരും ഒന്നു ചേരുന്ന മനോഹരമായ ഒരു ആഘോഷമല്ലേ ഓണം എന്ന് പറയുന്നത്. എന്തൊരു ആഹ്ലാദമായിരുന്നു പണ്ട് കാലങ്ങളിൽ. അന്നൊക്കെ വഴിയിലൊക്കെ പകിട 12 എന്ന് പറഞ്ഞുകൊണ്ട് പകിട ഉരുട്ടുന്ന അത്രയും ആൾക്ക് പോയി വടംവലി മതം ഇതുമൊക്കെ ആ വില്ലേജ് മുഴുവൻ ഉണരുന്ന ഒരു ഇടപാടാണ്. അപ്പോൾ ഒത്തിരി മങ്ങിപ്പോയിട്ടുണ്ട്. ഇപ്പം ഓണവും ഒരുമാതിരി കൃത്രിമമായിട്ട് മാറിയിട്ടുണ്ട്. എങ്കിലും അത് ചർച്ചാ വിഷയമാക്കിയിട്ട് ഓണം ആഘോഷിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നതാണ് തീപ്പറ്റാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയിൽ. എന്താണെന്ന് പറയാൻ കാരണം വാമനനാണ് അല്ലെങ്കിൽ മാവേലിയാണ്. അതിപ്പോൾ ഒരു റിലീജിയസ് ആയിട്ടുള്ള ഡയമെൻഷൻ ചില ആൾക്കാർക്ക് അത് ഉണ്ടെങ്കിൽ അവരത് കൊണ്ട് നടന്നുകൊള്ളട്ടെ. അല്ലെങ്കിൽ വാമന ജയന്തിയാണ്, നമ്മളത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കും. മാനവരെല്ലാവരും ഒന്നുപോലെ, കള്ളവുമില്ല ചതിയുമില്ല, എള്ളവുമില്ല പൊളിവചനം എന്നൊക്കെ പറയുമ്പോൾ മൂല്യങ്ങളല്ലേ. അതല്ലേ സന്തോഷകരമായി. ഒരിക്കൽ ഞാൻ ഓർക്കുകയാണ്, യൂറോപ്പിൽ വെച്ച് ഒരിക്കൽ മലയാളികളെ ഓണാഘോഷിച്ചപ്പോൾ അതിൽ പങ്കെടുത്തിരുന്ന ഒരു സായിപ്പ്, അദ്ദേഹം വണ്ടിയെ കയറിയ സാധാരണ അവിടുത്തെ ബസ്സിൽ നമ്മൾ ടിക്കറ്റ് നേരത്തെ മേടിച്ചിട്ട് കയറി വരുമ്പോൾ ഒന്ന് ടിക്ക് ചെയ്ത് അത് അന്ന് ആ ടിക്ക് ചെയ്യുന്നതിലൂടെ കൂടി ഈ പിന്നീട് അത് ഉപയോഗിക്കാൻ പറ്റാതെ വരും. അപ്പോൾ എന്നിട്ട് മനുഷ്യരൊന്നും അവിടെയില്ല. അങ്ങനെ ചെയ്യുന്ന സായിപ്പ് ഒരിക്കലും ടിക്ക് ചെയ്യാതെ തൻ്റെ ആ ടിക്കറ്റ് പോക്കറ്റിലിട്ടുണ്ട്. അപ്പം പല പ്രാവശ്യം കയറാം. അങ്ങനെ ചെയ്തിരുന്നു. അങ്ങനെ ചെയ്തിരുന്ന ഈ മലയാളിയുടെ ഓണാഘോഷത്തിൽ ഒന്ന് പങ്കെടുത്ത് കഴിഞ്ഞപ്പോൾ ഈ പാട്ട് കേട്ടു. മാവേലി നാട് വാണിടും കാലം, മാലോരെല്ലാവരും ഒന്നുപോലെ, കള്ളവുമില്ല ചതിയുമില്ല, എള്ളവുമില്ല പൊളിവ എന്നൊക്കെ പറഞ്ഞ് കേട്ടത് എന്നതിൻ്റെ അർത്ഥം ചോദിച്ച് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചു പോകുന്നപ്പോൾ അദ്ദേഹം എല്ലാ ടിക്കറ്റും തന്നെ കുത്തി പോയി എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സാക്ഷിയെ ബാധിച്ചു. അതായത് കള്ളം വേണ്ട, ചതി വേണ്ട, ഇത് മൂല്യമല്ലേ. അപ്പൊ അതുകൊണ്ട് ഓണം ആഘോഷിക്കാൻ ഒട്ടും തന്നെ സംശയിക്കണം. അതിനകത്ത് യാതൊരു ഡോഗ്മാറ്റിക് എററുമില്ല, അവിടെ ഒരു ദൈവശാസ്ത്ര ലംഘനമില്ല, അവിടെ ഒരു വിഗ്രഹാരാധനയുമില്ല. അതേക്കുറിച്ച് ഒട്ടും നമ്മെ ആകുലത്തിലാകേണ്ട ഒരു കാര്യമില്ല എന്ന കാര്യം ഇനി അത് വേറെ ചർച്ചയാക്കാതിരിക്കുന്നത്. ഇനി ആരെങ്കിലും അച്ഛന്മാരോ കരിസ്മാരിക്കോ ഇതാണ്ട് വലിയ കുഴപ്പമാണ് ഇനിയൊന്നും പറഞ്ഞ് പിടിപ്പിക്കരുത്. മനുഷ്യ ജീവിതത്തെ ചുമ്മാ അലങ്കോലപ്പെടുത്തി അസ്വസ്ഥമാക്കുന്നതല്ല വചനപ്രഘോഷണം എന്ന് പറയും. മനുഷ്യന്റെ ഹൃദയത്തിന് സമാധാനം ശാന്തിയും കൊടുക്കുന്ന സുവിശേഷം. അവിടെ ഒരു കോംപ്രമൈസ് ഇവിടെയൊന്നുമില്ല. ഇത് വാസ്തവത്തിൽ നമ്മൾ ജനങ്ങൾ ഒന്നു ചേരുന്ന സുന്ദരമായ ഒരു അവസരമാണ്. അത്രയുമാണ് അതേക്കുറിച്ച് ഞാൻ പറയാം. രണ്ടാമതായി നമ്മൾ ചർച്ചയിൽ കൂടി വന്നിരിക്കുന്ന ഒരു MLA, അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ചില പരാജയങ്ങൾ, ചെറുപ്പക്കാരനാണ്, അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ചില പരാജയങ്ങൾ സംഭവിച്ചതിനെ കുറിച്ച് ഭയങ്കരമായ എല്ലാ ചാനലുകളും, രാഷ്ട്രീയക്കാരനായതുകൊണ്ട് എതിർ ശത്രുക്കളെ രാഷ്ട്രീയക്കാർ അത് വർണ്ണിച്ച് പൊലിവേപ്പിച്ച് ഭയങ്കരമായിട്ട് ആഘോഷിക്കാൻ നമുക്കറിയാമല്ലോ. നമുക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇതാ, നമുക്കാരും പക്ഷം പിടിക്കുന്നില്ല. തെറ്റാ ചെയ്തതെങ്കിൽ ശിക്ഷയ്ക്ക് അർഹനാണ്, ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. പക്ഷേ അതിനിവിടെ കോടതിയില്ലേ, ഇവിടെ പോലീസും ക്രമസമാധാന സംരക്ഷണവും ഇല്ലേ, പിന്നെ എന്താ നമ്മൾ ഏറ്റെടുക്കുന്നത്? അപ്പൊ അതുകൊണ്ട് നമ്മളാണ് വിധിക്കുന്നത്. മാധ്യമങ്ങൾ വിധിക്കാൻ പുറപ്പെട്ട പിന്നെ എങ്ങനെ ഇവിടെ ആൾക്ക് ജീവിക്കാൻ പറ്റുക?
അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒത്തിരി വ്യാജ പരാതികളൊക്കെ വന്നു ഭവിക്കാൻ ഇടയുണ്ട്. വ്യാജമാണോ അല്ലയോ എന്നുള്ളതെന്ന് നമ്മളല്ല നിശ്ചയിക്കുന്നത്, കോടതിയാണ് നിശ്ചയിക്കുന്നത്. ഏതായാലും ശരി, വ്യാജ പരാതി ഉണ്ടാകുന്ന ഒന്നാന്തരം ഉദാഹരണമല്ല അടുത്ത ഘട്ടങ്ങളുണ്ടായ ഒന്നാന്തരം ഒരു പ്രൊഫസർ, മൂന്നാർ ഗവൺമെന്റ് കോളേജിൽ പഠിപ്പിക്കുന്ന പ്രൊഫസർ, അദ്ദേഹം എന്ത് ചെയ്യുന്നു, അദ്ദേഹം കോപ്പി അടിച്ച് പിടിച്ചു 4-5 പെൺപിള്ളേരെ. അവരെന്നാ ചെയ്തു, അവർ ലൈംഗിക പീഡനത്തിന് കേസ് കൊടുത്തു അദ്ദേഹത്തിനെതിരെ. എന്നിട്ട് എന്ത് ചെയ്തു, പോക്സോ കേസ് അനുസരിച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. 2014 നടക്കുന്നത്. ഈയിടെയാണത് ഇന്നസെന്റ് ആണ്, നിരപരാധിയാണെന്ന് കോടതി വിധിച്ചത്. 10 വർഷക്കാലത്ത് വിഷമിക്കുകയും വേദനിക്കുകയും ചെയ്തില്ല. വ്യാജ പരാതിയായിരുന്നു അത്. അതായത് കോപ്പി അടിച്ച് പിടിച്ചതിനെ മറയ്ക്കാൻ വേണ്ടിയിട്ട് പെൺപിള്ളേർ മോശമൊന്നുമല്ല, അവർ ചെയ്ത പണിയാണ്. അധ്യാപനെതിരെ പോക്സോ കേസ് ആരെങ്കിലും പൊടിപ്പിച്ചതായിരിക്കും വിചാരിക്കും. അപ്പോൾ ഈ പരാതികൾക്ക് വരുമ്പോഴൊക്കെ നമ്മൾ ആ കൂടാതിരിക്കുന്നതാണ് നല്ലത്. ശരിയാണോ എന്ന കാര്യത്തെക്കുറിച്ചുള്ള അന്വേഷണം നടത്തിയിട്ട് വേണം അതിൻ്റെ കൂടാനുള്ള കാര്യം. യഥാർത്ഥ ക്രൈസ്തവ മനസ്സാക്ഷിയുള്ള ആളുകൾ പാലിക്കേണ്ട ഒരു കാര്യമാണ്. ക്രൈസ്തവർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും മറ്റുള്ളവർ അംഗീകരിച്ചില്ലെങ്കിലും ശരി ഉന്നതമായ ധാർമ്മിക നിലവാരം പുലർത്തുന്നവരാണ്. അത് ഒരു സംശയവും വേണ്ട. അതുകൊണ്ടാണല്ലോ എന്തെല്ലാം കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് പറഞ്ഞാലും നമ്മളെ തല്ലിയാലും നമ്മളൊന്നും പ്രതികരിക്കാത്ത എന്തുകൊണ്ടാണ്? അതുകൊണ്ട് തന്നെയാണ് നമുക്കെതിരെ ഒത്തിരി വിമർശനങ്ങളും ശത്രുക്കളും ഉണ്ടായി വരുന്നത്. കാരണം ഇവർക്ക് എന്ത് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല. അവിടെ ഒന്നും അവരാരും കാലും കൈയും കണ്ടിച്ച് കളയത്തൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് അവർക്ക് വേണ്ടിയൊക്കെ എതിരെ എന്തും പറയാനുള്ള കാരണം ഇവർക്ക് ഉള്ളതിൻ്റെ ഉള്ളിൽ ഇവർ നല്ലവരാണ്, ഇവര് നന്മ ചെയ്യുന്നവരാണ്, ഇവരെ ഒരു തരത്തിലും മറ്റുള്ളവരെ പീഡിപ്പിക്കുകയോ വെറുപ്പിക്കുകയോ ചെയ്യില്ല എന്ന് അറിയാവുന്നതുകൊണ്ടല്ല. ഒരു ഉന്നതമായ ധാർമ്മിക നിലവാരം. അക്കൂട്ടത്തിലാണ് ഒരു കളക്ടർ, ഞാനും പേരൊന്നും പറയുന്നില്ല, മറ്റേ പരസ്യമായിട്ട് ഇന്ന് ഒരു കവിതയെക്കുറിച്ച് ഭയങ്കരമായ വിമർശനമുണ്ടായി. യേശുവിനെ കുറിച്ചുള്ള കവിത. 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണ്. ഒന്ന്, ഈ വ്യക്തിയെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കുകയും 2, ആ കവിത എന്താണെന്ന് നോക്കുകയും ചെയ്യാം. വ്യക്തി ആരാണ്? ഞങ്ങൾക്കൊക്കെ പ്രിയപ്പെട്ട ഒരാളാണ്. ഞാൻ പത്രത്തിന്റെ MD ആയിരിക്കുമ്പോഴാണ് എൻ്റെ സബ് കളക്ടറായിട്ട് കോട്ടയത്ത് വരിക. സർവകലാവല്ലഭ, ഡോക്ടറാണ്, IAS-കാരിയാണ്. പക്ഷേ നല്ല മിടുക്കി, എല്ലാ കലകളിലും ഭയങ്കര പ്രാവീണ്യമുള്ള, പാട്ട് പാടാനോ ഡാൻസ് ചെയ്യാനോ എല്ലാ കലാരംഗത്തും കോട്ടയത്തിരുന്നപ്പോൾ നമുക്ക് കോട്ടയംകാർ ഒരു ഹരമായി. ഞാനും ദീപികയിൽ വിളിച്ചു വരുത്തി സ്വീകരിക്കുകയും വളരെ ഭംഗിയായ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുകയും അഭിനന്ദിക്കുകയും ഒരു സപ്ലിമെന്റ് തന്നെ ആ ആളുടെ പേരിൽ അടിക്കുകയും ചെയ്ത കാര്യം ഞാൻ ഓർക്കുന്നത്. അപ്പോൾ വ്യക്തിയെ എടുക്കുമ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിൽ എവിടെയെങ്കിലും ആരോടെങ്കിലും വിദ്വേഷം കാണിക്കുന്നതായിട്ട് തെളിയിക്കാൻ പറ്റുമോ? എവിടെയെങ്കിലും മതവിദ്വേഷം തെളിയിക്കാൻ പറ്റുമോ? ഏതെങ്കിലും അതേ ഭയങ്കരമായ മതഭീകരത വല്ലതും കാണിക്കാൻ ഒന്നും കാണിക്കാൻ പറ്റുകയല്ലോ. പിന്നെ എന്തായത്, ഒരു കലാകാരിയാണ്. കളക്ടർ എന്ന നിലയിൽ തൻ്റെ ഔദ്യോഗികമായ കർമ്മം നിർവഹിച്ചതിന് ശേഷം അതിന് ബാക്കിയുള്ള സമയത്ത് കലാപരമായ കാര്യം വ്യാപരിക്കുന്നു. നല്ല ഒന്നാമതരം മോട്ടിവേഷൻ ടോക്കറാണ്. കുഞ്ഞുങ്ങൾക്കും മാതാപിതാക്കൾക്കും നല്ല ഒന്നാന്തര ഉപദേശം നൽകുന്ന നല്ല പ്രസന്നവനെയാണ്. നമുക്കറിയാം, എൻ്റെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം, ഒരു പ്രകാശം ആ മുഖത്ത് നിന്ന് പ്രസരിക്കുന്നില്ലേ. അപ്പൊ അതിനുശേഷം വിവാഹിതയായി കുഞ്ഞിനെയൊക്കെ വളർത്തി ആദ്യം ഉണ്ടായ വലിയൊരു വിവാദം കുഞ്ഞിനെയും കൊണ്ട് സ്റ്റേജിൽ വന്നു എന്നുള്ളതാണ്. അയ്യോ, അതെന്തൊരു തെറ്റായി പോയി. കുഞ്ഞിനെ കൊണ്ട് സ്റ്റേജിൽ അന്ന് ഫോൺ വിളിച്ച് ഞാൻ പറയണ്ടായത് ഒന്നും പേടിക്കാൻ ധൈര്യമായിട്ട് മുമ്പോട്ട് പോകൂടാൻ. കാരണം മാതൃത്വം കളക്ടറുടെ പദവിയേക്കാൾ വലുതാണ് എന്നുള്ള കാര്യം ഞാൻ അറിയിട്ടു. ഷാർമിള മേരി ജോസഫ് കോട്ടയം കളക്ടർ ആയിരിക്കുമ്പോൾ തന്നെ കുഞ്ഞിനെ കൊണ്ട് വരുമായിരുന്നു. കുഞ്ഞിനെ കൊണ്ട് വന്ന് ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച് കൊച്ചിനെ കൊണ്ടുവന്ന് നേരത്തെ ഇരിപ്പിച്ച് പുറത്ത് വരുമ്പോൾ അവിടെ വൈദ്യം നിൽപ്പുണ്ടെങ്കിൽ വൈദ്യൻ്റെ അടുത്ത് കുഞ്ഞിനെ കൊണ്ടുവന്ന് ആശീർവാദം മേടിച്ചിട്ട് പിന്നെ പ്ലേ സ്കൂളിൽ വിട്ടിട്ടാണ് കളക്ടറേറ്റിൽ പോകുന്നത്. ആ കളക്ടർ ജോലിയെക്കാളും വലുതാണ് മക്കളെ ഈ പറയുന്ന മാതൃത്വം എന്ന് പറയുന്ന സംഗതി. അത് അവരുടെ അനുഭവങ്ങളിലൂടെ പഠിക്കേണ്ട കാര്യമാണ്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഈ വ്യക്തിയെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ വെറുതെ എന്തിനാ അതിനെക്കൊണ്ട് മാപ്പ് പറയിപ്പിക്കണം? അത് എന്ത് തെറ്റ് ചെയ്തിട്ടാ? ഇനി അത് തെറ്റെന്നതാ. അതാ ഈശോയെ കുറിച്ചുള്ള ഒന്നാമതൊരു ഗീതം. അത് തന്നെയല്ല, ആരുടേതാ? പുള്ളിയുടെ സ്വന്തമൊന്നുമല്ല. അത് അദ്ദേഹം മൊഴിമാറ്റം നടത്തിയിട്ട് മലയാളത്തിലേക്ക് സ്വാഭാവികമായിട്ടുള്ള കവിത പ്രാഗൽഭ്യം കൊണ്ട് ആവിഷ്കരിച്ച ഒരു വാസ്തവം പറഞ്ഞാല് ക്രിസ്റ്റീന റിസോർട്ടോ എന്ന് പറയുന്ന ഒരു വ്യക്തി ജൂലൈ 6 2021 എഴുതിയ ഒരു കവിതയാണ്. അതിങ്ങോട്ട് മൊഴിമാറ്റം നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഒരു തർജ്ജമയായിട്ട് ഇതിനെ കണക്കാക്കാൻ സാധിക്കും. അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന കർത്താവിനെ കുറിച്ച് പറയുന്ന അവൻ കറുത്തവനാണ്, അല്ലെങ്കിൽ വേണ്ട അവൻ ഇറ്റലിക്കാരനാണ്, കാലിഫോർണിയക്കാരനാണ്, അയർലൻഡുകാരനാണ്, ഈശോ സ്ത്രീയാണ് എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ വശം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? ഈശോ എന്ന വ്യക്തി എല്ലാവരിലും ഉണ്ട് എന്നുള്ളതല്ലേ അതിൻ്റെ സാരം. എല്ലാവരിലും ഉണ്ട്. ആഫ്രിക്കക്കാരനാണ് ഈശോ, ആഫ്രിക്കക്കാരനാണെന്ന് പറയാൻ അവകാശമുണ്ട്. തന്നെയല്ല, അവിടെ ആഫ്രിക്കയിൽ ഈശോയുടെ ചിത്രം വരച്ചു വയ്ക്കുന്ന ആഫ്രിക്കക്കാരനെ പോലെ തന്നെയാണ്. അതുപോലെ മാതാവിന്റെ ചിത്രം വരയ്ക്കുന്നത് അങ്ങനെ തന്നെയാണ്. അതുപോലെ ഇറ്റലിക്കാർ അങ്ങനെ പറയാൻ പറ്റും. അതുകൊണ്ട് അതല്ലേ അതിന്റെ ഉൾപ്പൊരുളെന്ന് പറയുന്നത്.
നമ്മൾ എന്തിനു വേണ്ടിയിട്ടാ പെട്ടെന്ന് എടുത്ത് ചാടിയിട്ട് കാള വിറ്റ് കയറെടുത്തോ എന്ന് പറയുന്നത് പോലെ ഇതിനെയൊക്കെ പെട്ടെന്ന് വിട്ട് എതിർത്ത് വന്നു. അയ്യോ ഭയങ്കരമായി യേശുവിനെ ധിക്കരിച്ചു, അങ്ങനെ ഇങ്ങനെ. നമ്മൾ ധിക്കരിച്ചാവല്ലോ കർത്താവിന്റെ വ്യക്തിത്വത്തിന് എന്തെങ്കിലും കുറവ് വരുമോ? ഇനി അല്ല, അഥവാ ധിക്കരിച്ചാൽ തന്നെ ഇവിടെ ധികാരമൊന്നുമില്ല, എന്തെങ്കിലും കുറവ് വരുമോ? കർത്താവ് തന്നെയാണ്. അങ്ങനെയാണ് എന്തെല്ലാം കാര്യങ്ങൾ കർത്താവ് അനുഭവിച്ച് കുരിശിൽ കയറുന്നതിന് മുമ്പ് തന്നെ. അപ്പൊ അതുകൊണ്ട് ഇതിനൊക്കെ നമ്മൾ കർത്താവിനെ രക്ഷിക്കാനൊന്നും പോകണ്ട, നമ്മളെ രക്ഷിക്കാൻ പോയാൽ മതി. നമ്മളെ രക്ഷിക്കാന്ന് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ ഇവിടെ അവരാരും ഈ മൊഴിമാറ്റത്തിനകത്ത് ഒരു തെറ്റും നമുക്ക് പറയാൻ, നേരെ മറിച്ച് പോസിറ്റീവായിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് ഈശോയെക്കുറിച്ച് പ്രഖ്യാപനമാണ്. എല്ലാ തലങ്ങളിലും ഈശോ അവിടെ അതിശക്തമായി കർത്താവിന്റെ സാന്നിധ്യം പ്രതിഫലിക്കുന്നു എന്നുള്ളതിന്റെ സത്യം. അതല്ലേ ആളുകൾ ഫീൽ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് സുവിശേഷത്തിന്റെ സത്യം എന്ന് പറഞ്ഞാൽ എന്താ? സുവിശേഷ സത്യം മതമൊന്നുമല്ല. അതുകൊണ്ടല്ലേ സുവിശേഷ പ്രഘോഷണം എന്ന് പറയുന്നത് നമ്മൾ മതപരിവർത്തനം നടത്തുന്നില്ല. നമ്മൾ ഈ ഒരു സത്യം പ്രഘോഷിക്കാൻ നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്, ലോകമെങ്ങും പോയി അറിയിക്കാൻ. യു ആർ റിഡീംഡ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. ഈശോ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ഈ വ്യക്തി സ്വാധീനിക്കും, ഹൃദയങ്ങളെ സ്വാധീനിക്കും. അതുകൊണ്ടല്ലേ ഇപ്പൊ ഈയിടെയാണെങ്കിൽ നമ്മൾ ഒന്നാമതും ഗായകനായ എം.ജി. ശ്രീകുമാർ പറഞ്ഞത്, യേശു എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്, ഞാൻ സങ്കടപ്പെടുമ്പോൾ എനിക്ക് അദ്ദേഹത്തിന് വ്യക്തിത്വം അനുഭവപ്പെടുന്നു, പരസ്യമായിട്ട് പറഞ്ഞതല്ലേ, ഒരു ഇന്റർവ്യൂ പറഞ്ഞ കാര്യമല്ലേ. അതുപോലെ എന്തെല്ലാം പറഞ്ഞു. അതുകൊണ്ട് ഈ യേശുവിനെ അനുധാപിക്കുന്നവരെല്ലാം ക്രൈസ്തവ സഭയിൽ വന്ന് മാമോദിസ മുങ്ങി രജിസ്റ്റർ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. കർത്താവിന്റെ കാലത്തും കർത്താവ് ആർക്കെ കൂടെ പ്രാർത്ഥന വിജാതിയർക്കല്ലേ. അപ്പൊ അതുകൊണ്ട് സമരിയക്കാരൻ വിജാതീയനായിരുന്നില്ലേ? അതുപോലെ 10 കുഷ്ഠരോഗികൾക്ക് നന്ദി പറയാൻ തിരിച്ചു വന്ന വിജാതീയനായിരുന്നില്ലേ? അപ്പൊ അതുകൊണ്ട് ഇവരുടെയൊക്കെ ഹൃദയങ്ങളിൽ ഈശോ വസിക്കുന്നു എന്നുള്ളത് കണ്ട് പഠിക്കേണ്ട. നമ്മൾ ചോദിക്കാൻ ഒറ്റ ചോദ്യമേ ഉള്ളൂ, നമ്മളിൽ ഈശോ ഉണ്ടെന്ന് അന്വേഷിച്ചാൽ മതി. അല്ല മറ്റുള്ളവരെ പഠിക്കേണ്ട ഒരു കാര്യമില്ല എന്ന കാര്യം അതേക്കുറിച്ച് എനിക്ക് പറയാറുണ്ട്. നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ഇന്നിപ്പോൾ നമ്മൾ കൂടുതൽ സമയം ഈ പങ്ക്തി എടുക്കാറുള്ളൂ, 20 മിനിറ്റ് എടുക്കാറുള്ളൂ. എങ്കിലും പറഞ്ഞു പോവുകയാണ്, നമ്മൾ കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് മാധ്യമങ്ങളുടെ റോള് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ. അതായത് നമ്മൾ 2-3 വലിയ ശക്തി കേന്ദ്രങ്ങൾ നമുക്കുണ്ടല്ലോ. അതായത് ലെജിസ്ലേറ്റീവ് അസംബ്ലി, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ. അത് 4th എസ്റ്റേറ്റ് എന്നാണ് മാധ്യമങ്ങളെ കുറിച്ച് പറയും. എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾക്ക് വലിയൊരു ദൗത്യമുണ്ട്. വളരെ കൃത്യമായിട്ട് മാധ്യമങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് നമ്മൾ അംഗീകരിക്കുക. ചിലപ്പോൾ ഒരു മാധ്യമങ്ങൾ വഴിതെറ്റിപ്പോകുന്നത് നമ്മൾ കറക്റ്റ് ചെയ്യാമല്ലോ, നമുക്ക് തിരുത്താമല്ലോ. അതിനകത്ത് വഴിയിലിട്ട് അടിക്കുകയാണ് വേണ്ടിയും. ഒരു മാധ്യമ പ്രവർത്തകനെ അദ്ദേഹം കല്യാണം കഴിഞ്ഞ് തിരിച്ചു പോരുന്ന വഴിയിട്ട് കല്യാണത്തിൽ പങ്കെടുത്തു വന്ന വഴി തനിച്ച വണ്ടി ഓടിച്ച് വരുമ്പോൾ അദ്ദേഹത്തിന് ജീപ്പ് കൊണ്ട് ഇടിച്ചിട്ട് അദ്ദേഹത്തിന്റെ കാറിൽ ഇരിക്കുന്നതാണ്. ഏതായാലും പുറത്തിറങ്ങാൻ നന്നായി. കാറിൽ ഇടിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് മുഴുവൻ പരിക്കേൽപ്പിച്ച് ഹോസ്പിറ്റലിലാക്കിയ സംഭവം ഈയിടെയല്ലേ നടന്നത്. എന്തിന്റെ പേരിലായാലും ശരി, അദ്ദേഹം വ്യക്തിപരമായ ഒരു വലിയ റോങ് റിപ്പോർട്ടാണ് കൊടുത്തു കാണുമായിരിക്കും. അതിനിതാണ് ചെയ്യേണ്ടിയേ? നിയമം കയ്യിലെടുക്കാണോ വേണ്ടിയേ? അപ്പൊ അതൊരു ധാർഷ്ട്യമല്ലേ, അത് അഹങ്കാരമല്ലേ? അപ്പൊ ഇത് ക്രമസമാധാനമുള്ള ഒരു സംസ്ഥാനമാണ്, നടപടിയെടുക്കണം. കേസ് ചാർജിട്ടുണ്ടെന്ന് കേൾക്കുന്നത് സന്തോഷം തന്നെ. എങ്കിൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ മാധ്യമ പ്രവർത്തകർക്കൊക്കെ എതിരെ നീങ്ങുന്ന ഒട്ടും തന്നെ ശരിയായില്ല. മാധ്യമങ്ങൾ അനിവാര്യമായ ഒരു ഘടകമാണ് നമ്മുടെ ജീവിതത്തില്. എന്താ പ്രധാന ദൗത്യം എന്ന് പറയുന്നത്? മനുഷ്യന്റെ വേദനകളും ദുഃഖങ്ങളും സങ്കടങ്ങളും പരാതികളും ഒക്കെ ഭരണതലത്തിൽ എത്തിക്കുക. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മാധ്യമങ്ങൾ ചെയ്യേണ്ട. അങ്ങനെയാണ് പലരും ചെയ്തുകൊണ്ടിരിക്കും. പല നാട്ടിലും പല പുരോഗമനം ഉണ്ടാകുന്നത് അങ്ങനെ തന്നെയല്ലേ. പത്രമാധ്യമങ്ങൾ പ്രദർശിപ്പിക്കുമ്പോഴല്ലേ അത് ഭരണാധികാരികൾക്ക് മനസ്സിലാകുന്നത്. അതായത് പാലം ഇടിഞ്ഞു പോകാൻ പോകുന്നു, അങ്ങനെ പോകുന്നു, ഇങ്ങനെ പോകുന്നു പറഞ്ഞ് അവരെടുത്ത് കടത്തുമ്പോഴാണ് ഇത് ശ്രദ്ധയപ്പെടുത്തുന്നത്. അതുകൊണ്ട് സർക്കാരിന് അതിന് പ്രത്യേക സംവിധാനമുണ്ടല്ലോ, ഓരോ പത്രമാധ്യമങ്ങളെ വാർത്തകൾ ശ്രദ്ധിക്കാൻ. കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാനമന്ത്രിക്ക് വളരെ കൃത്യമായിട്ടുള്ള സംവിധാനം അതിനുണ്ട്. അതുകൊണ്ട് ഒത്തിരി പേരെ കൃത്യം 7 മണിക്ക് അദ്ദേഹത്തിന്റെ മുറിയിൽ വരുമ്പോൾ, നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ മുറിയിൽ വരുമ്പോൾ എല്ലാ പത്രങ്ങളിലെയും സർക്കാരിനെ സംബന്ധിച്ചിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിന്റെ കട്ടിങ് മേശപ്പുറത്തെത്തിയിരിക്കണമെന്ന് നിയമമുണ്ട്. അതിനുവേണ്ടി 10-30 പേരെ അദ്ദേഹം നിയമിച്ചു. വളരെ കൃത്യമായി കമ്മ്യൂണിക്കേഷൻ മീഡിയ എന്ന് പറയുന്നിടത്ത് വളരെ കൃത്യമായിട്ട് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം. അതുകൊണ്ട് മാധ്യമങ്ങളുടെ പ്രധാന ഒരു ദൗത്യം ഭരണാധികാരികളുടെ ശ്രദ്ധയിൽ വളരെ കൃത്യമായി ആ ജനങ്ങളുടെ വേദനകളും ദുഃഖങ്ങളും പരാതികളും കുറവുകളും ഇല്ലായ്മയും അല്ലായ്മയും ഒക്കെ അവതരിപ്പിച്ചിട്ട് അവിടെ അതിന് പരിഹാരം കണ്ടെത്താനുള്ള മാർഗനിർദ്ദേശം നൽകിയിട്ട് അത് ജനത്തിന് നന്മയായിട്ട് ഭവിപ്പിക്കണം എന്നുള്ളതാണ്. ഈ റോള് വളരെ വലുതല്ലേ, അതിലെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു തരത്തിലും ഈ കാര്യത്തെക്കുറിച്ച് ഒരു സംശയവും വേണ്ട. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ കാണുന്ന മാധ്യമ പ്രവർത്തകരെ പ്രോത്സാഹിപ്പിക്കുകയും അഭിനന്ദിക്കുകയും വേണം. അതേ സമയത്ത് തന്നെ ഈ ജനത്തിലേക്ക് വേണ്ടി ഭരണാധികാരി കൊണ്ടുവരുന്ന കാര്യങ്ങൾ അതുപോലെ കൃത്യമായി ജനങ്ങളിലെത്തിക്കാനും അവർക്കുള്ള കടമയുണ്ട്. അത് തങ്ങളുടെ പാർട്ടി അവിടെ ഭരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നന്മ ചെയ്യുന്നതിനെ മറച്ചു വയ്ക്കുന്നത് ശരിയല്ല. അത് ഏത് പാർട്ടി ഭരിച്ചാലും ശരി, ജനത്തിന് നന്മയാണെങ്കിൽ ആ നന്മ എടുത്ത് അവതരിപ്പിക്കാനുള്ള ചുമതല മാധ്യമങ്ങൾക്കുണ്ട്.
അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പലപ്പോഴും അങ്ങനെ ചെയ്യാറില്ല. തങ്ങളുടെ പാർട്ടി മാധ്യമങ്ങൾ പക്ഷം ചേരുന്നത് നല്ലതല്ല കേട്ടോ. പക്ഷം ചേരാതിരിക്കാൻ പറ്റില്ല, കാരണം അതിന്റെ മാനേജ്മെന്റ് പക്ഷത്ത് നിൽക്കുന്നതായിരിക്കും. കാരണം അവർക്ക് അനുസൃതമായിട്ട് ചെയ്യാൻ പറ്റുള്ളായിരിക്കും. എന്നാൽ അവിടെയൊക്കെ ഒരുപാട് പരിമിതികൾ ഉണ്ടെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ മാധ്യമ പ്രവർത്തനത്തിന്റെ ഒരു മാധ്യമത്തിന്റെ MD ആയിരുന്നത് കൊണ്ട് കൂടി പറയുകയാണ്. എങ്കിലും സത്യസന്ധമായി ആ ഭരണ തലത്തിൽ നിന്ന് ജനത്തിന് നന്മയ്ക്കായിട്ട് വരുന്ന കാര്യങ്ങൾ അവരെ ശ്രദ്ധയിൽ കൊണ്ട് കൊടുക്കാവുന്ന ചുമതലയും മാധ്യമങ്ങൾക്കുണ്ട്. അപ്പൊ അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ ഫോർത്ത് എസ്റ്റേറ്റ് ചിലപ്പോഴൊക്കെ പരിധി വിട്ട് പോകുന്നുണ്ട് എന്ന കാര്യം നമ്മൾ ഈ കാലഘട്ടത്തിന്റെ ഈ കാലഘട്ടം തന്നെ എല്ലാ കാലഘട്ടത്തിലും ഗീബൽസ് എന്ന് പറയുന്ന ആൾ എന്താ പഠിപ്പിച്ച് ഒരു നുണ 100 പ്രാവശ്യം പറഞ്ഞാൽ അത് നേരായിക്കൊള്ളും എന്നുള്ളതാണ്. ഇതെല്ലാം ഏറ്റെടുത്ത പല പ്രത്യയശാസ്ത്രം ഏറ്റെടുത്തില്ലേ, ഒരു നുണ 100 പ്രാവശ്യം പറഞ്ഞാൽ അത് സത്യമായിക്കൊള്ളും എന്നുള്ള പറച്ചിലെ ഇത് കാലക്രമേണ തകർന്നു വീഴുമെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം. ഇതാദ്യം കൂടുതലായിട്ട് പഠിപ്പിച്ചത് ലെനിനാ, സ്റ്റാർലിൻ ലെനിനോ ഒക്കെയാണ്. ഒരു നുണ അതുകൊണ്ട് നുണ പറഞ്ഞുകൊണ്ടിരിക്കുക, പ്രചരണം എന്ന് പറയുന്ന സംഗതി നുണ പറഞ്ഞുകൊണ്ടിരിക്കുക ഭയങ്കരമായി. അപ്പൊ അതുകൊണ്ട് അത് പിന്നീട് അപ്പൊ സത്യമായിക്കൊള്ളും എന്നുള്ളതാണ് പിന്നീട് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ യൂറോപ്പിൽ പഠിക്കാൻ പോയപ്പോൾ ആദ്യത്തെ ആഴ്ചയിലെ അനുഭവം ഓർക്കാം. ഒന്നാമതേ ചെന്ന ആ രാത്രി തന്നെ കിടക്കുന്ന കട്ടിലെടുത്ത് മുന്നോട്ടും താഴോട്ടും അടിച്ചു. എന്തൊരു സംഭവം ദൈവമേ എന്ന് വിചാരിച്ചപ്പോഴാണ് സിസിലിയിൽ ഒരു ഭൂകമ്പം ഉണ്ടായി. അതിന്റെ ചലനം 1000 കിലോമീറ്റർ റോമിൽ വന്ന് പ്രതിഫലിച്ചു. അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു. പിറ്റേ ദിവസം എല്ലാവർക്കും പറഞ്ഞു രാത്രി ഇങ്ങനെ കട്ടിൽ മുകളിലോട്ട് എടുത്തടിക്കാന്ന് പറയുമ്പോൾ എങ്ങനെ വീട്ടിൽ പോയച്ചാൽ മതി എന്നത് എന്ത് പോലും അന്നേരം ഉണ്ടായി. അങ്ങനെ ഇരിക്കുകയാണ് ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള പ്രചരണം നടക്കുന്നുണ്ടല്ലോ റഷ്യയെ കുറിച്ച്, സോവിയറ്റ് റിപ്പബ്ലിക്കിനെ കുറിച്ച്, ഭൂമിയിൽ ഒരു സ്വർഗമുണ്ട് എങ്കിൽ അത് റഷ്യ 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 എന്ന് പറഞ്ഞ് തുടർച്ചയായിട്ട് കാതിൽ അലയടി. യൂറോപ്പിൽ കൂടുതൽ മാധ്യമങ്ങളുടെ സ്വാധീനം കൂടുതൽ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ അലയടിച്ചു കൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വാർത്ത കേൾക്കുന്നു, ചെർണോബിൽ പൊട്ടിപ്പോയിരിക്കുന്നു, അറ്റോമിക് പ്ലാന്റ് പൊട്ടിയിട്ട് അത് പുറത്തു പറയാതെ വെച്ചിരിക്കുകയാണ് കക്ഷികൾ. അങ്ങനെയൊക്കെയാണ് സ്വീഡൻ ഇത് കണ്ടുപിടിക്കുക. അന്തരീക്ഷത്തിൽ വല്ലാത്ത എന്തോ ഒരു സംഗതി വ്യാപിക്കുന്നുണ്ട് എന്ന് കണ്ടെത്തി കഴിഞ്ഞപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് പിന്നെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ചെർണോബിൽ എന്ന് പറഞ്ഞ അറ്റോമിക് പ്ലാന്റ് ലീക്ക് ഉണ്ടായിട്ട് അത് നന്നാക്കാനുള്ള ടെക്നോളജി അവരുടെ കയ്യിലില്ലായിരുന്നു. ജർമ്മൻകാരെ വിശേഷിച്ച് അവരെ ക്ഷണിച്ച് അവർ കൊണ്ടുവന്നാണ് നേരെയാക്കി അടച്ചുപൂട്ടി. അതോടുകൂടി സംഭവിച്ചതെന്നറിയാം, പെട്ടെന്നുണ്ടായ നിർദ്ദേശം എന്താണ്, ഞങ്ങൾക്കൊക്കെ കിട്ടിയ നിർദ്ദേശം വത്തിക്കാനിൽ നിന്ന് വന്നു, ഇന്നലെ വരെ വെച്ചിരിക്കുന്ന വീഞ്ഞ് ഉപയോഗിക്കാൻ പാടില്ല, അതെല്ലാം മറിച്ച് കളഞ്ഞേക്കുക. അതോടൊപ്പം തന്നെ ഇന്ന് വരെ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന വെജിറ്റബിൾ ഫാമിൽ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല, അതുകൊണ്ട് മറിച്ച് കളയാം. കോടിക്കണക്കിന് ടണ്ണ് ഈ വെജിറ്റബിൾസ് കൊണ്ട് മറിച്ചിടുന്ന TV-കളും കാണാനിടയായി. ഒപ്പം തന്നെ ഇത്രയും അറിയാം, മാസം അറിയാം 10,000 അണുവിടം എങ്കിൽ പോലും ആ അണുപ്രസംഗം എത്തി കന്നുകാലികൾ ഒരുപാട് ചത്തു വീണു. അപ്പൊ അതുകൊണ്ട് നിസ്സാരമായ ചെറിയ ലീക്ക് സംഭവിക്കുന്നു. ആലോചിക്കുന്ന അങ്ങനെയാണെങ്കിൽ ഈ അണുബോംബ് അങ്ങനെ ഇട്ട് കഴിഞ്ഞ് എന്തായിരിക്കും സംഭവം? ചത്തുവീ തന്നെയല്ലേ ചാരമായി പോകും ഭയങ്കരമായി. അതുകൊണ്ട് ഈ ആറ്റം ബോംബ് കയറ്റിക്കുന്ന രാജ്യങ്ങളെ അഹങ്കാരം കാണിക്കുമ്പോൾ ഓർക്കണം, ഈ അഹങ്കാരം കാണിച്ചുകൊണ്ട് എവിടെങ്കിലും പ്രയോഗിച്ച ദൈവം തമ്പുരാൻ വെറുതെ വിടില്ല, ഒരു സംശയമില്ല. അതിനേക്കാളും വലിയ ബോംബ് കത്താൻ കയ്യിൽ ഇരിപ്പുണ്ട്. അപ്പൊ ആ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് വാസ്തവത്തിൽ കുറേയൊക്കെ ക്രിസ്ത്യൻ മനസ്സാക്ഷിയാണ് അവിടെ നേരെ നിർത്തേണ്ടത്. ഞാൻ പറഞ്ഞു വരുന്നത്, അതുവരെ ഭയങ്കരമായി ഭൂമിയിൽ സ്വർഗമുണ്ടെങ്കിൽ ഇതാന്ന് പറയുമ്പോൾ അല്ലേ സത്യം പുറത്തോട്ട് വരാൻ തുടങ്ങിയത്. എന്ന് പറഞ്ഞാൽ അവരുടെ പ്രത്യയശാസ്ത്രം വെച്ചാൽ നോ പ്രൈവറ്റ് പ്രോപ്പർട്ടി. അപ്പൊ അതുകൊണ്ട് എന്നാ സംഭവിക്കുക, എല്ലാം സ്റ്റേറ്റിന്റെ. പിന്നെ പോയി റേഷൻ വാങ്ങിച്ച് കഴിക്കുക. അങ്ങനെ വന്ന് സംഭവിക്കുന്ന മനുഷ്യരെല്ലാം മടിയന്മാരായി തീർന്നു, ജോലി ചെയ്യാൻ ഇല്ലാതെ കഴിവില്ലാത്തവരായി തീർന്നു. അങ്ങനെ സംഭവിച്ചപ്പോഴോ സാമ്പത്തികം തകർന്ന് താഴെ വീണു, ഭയങ്കരമായി തകർന്നു പോയി. ആ തകർന്ന് താഴെ വീണ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉപഗ്രഹങ്ങൾക്ക് ഒന്നും കാശ് കൊടുക്കാനില്ലാന്ന് വന്നപ്പോൾ ആ പടെ തെന്നലുണ്ടായി. അങ്ങനെ നിവൃത്തികേട് വന്നു കഴിഞ്ഞ് മുമ്പോട്ട് നിവൃത്തിയില്ലാത്തപ്പോഴാണ് ഗോർബച്ചോവ് കടന്നു എന്ന് പറയുന്നത് ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് എടുത്ത് പറഞ്ഞു. ഞാൻ ഓർക്കാം, റോമിൽ അദ്ദേഹം മാപ്പാപ്പായി വന്ന് കണ്ടു, അവിടെയും പറഞ്ഞു ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്നാണ്, തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞു. അവിടെ തൊട്ട് ആരംഭിക്കുകയല്ലേ ഞാൻ തകർച്ച ആരംഭിച്ചില്ലേ ഈ നുണ പറഞ്ഞ് ഈ ലോകത്തെ മുഴുവൻ ഒരു 1/3 മുഴുവൻ വശത്താക്കി കൊണ്ടുവന്നതിന് പ്രത്യേക ശാസ്ത്രം 89 ആയപ്പോഴത്തേക്കും തകർന്ന് തരിപ്പണമായി പോയത് കണ്ടില്ലേ, നിലനിൽക്കില്ല. ഇവിടെയും ഇപ്പൊ കൂട്ടുകെട്ടിനെ സംബന്ധിച്ച ആള് പറയുന്നു, ഇപ്പൊ തൊട്ടടുത്ത് വന്നിരിക്കുന്ന പറഞ്ഞ ചൈനീസ് പ്രധാനമന്ത്രി, ഒപ്പം തന്നെ അദ്ദേഹം റഷ്യൻ പ്രധാനമന്ത്രി, ഇന്ത്യൻ പ്രധാനമന്ത്രി കൂട്ടുചേരുമ്പോൾ ഒന്ന് ഭയങ്കരമായ സംഭവം നടക്കാൻ പോകുന്നു എന്നുള്ളൊരു വലിയ പ്രചരണത്തെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നടക്കട്ടെ. അതില് ചൈനയോട് കൂട്ടുകൂടുന്ന ആഹ്ലാദിക്കുന്ന ഒരു സെക്രട്ടറി കാണാനുണ്ടായി, ഭയങ്കര അത്യാഹ്ലാദം. സത്യത്തിൽ ഈ കൂട്ടുകെട്ട് എവിടം വരെ പോകുന്നതിനെ സംബന്ധിച്ച് നമുക്ക് ആശങ്കയില്ലേ? പ്രത്യയശാസ്ത്രങ്ങൾ തമ്മിൽ ചേരുമോ? എങ്ങനെ ചേരും? തന്നെയുമല്ല, ചരിത്രം എന്താണ്, ഈ രാജ്യത്തിന് എന്താ ചെയ്തിരിക്കുന്നത്, നമുക്ക് നമ്മുടെ അയൽക്കാരൻ
ഈ അയൽക്കാരനോട് കൂട്ടുകൂടി എവിടെ പോയി പോയി നിൽക്കും, അവരുടെ ഉള്ളിലിരിപ്പ് എന്തായിരിക്കും, അതെന്തായിരിക്കും ആലിംഗനം, അത് ത്രിരാഷ്ട്രാലിംഗനമായിരിക്കുമോ, അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ. നമ്മൾ അതേക്കുറിച്ചൊന്നും വിധി പറയുന്നത്. എന്തായാലും നയതന്ത്രജ്ഞന്മാരത് പഠിക്കുകയും അത് വേണ്ടവരെ നയിക്കുകയും ചെയ്യട്ടെ. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. കാരണം ഈ ജിയോ പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഭൗമശാസ്ത്രം എന്ന് പറയുന്ന സാധനത്തിന് വഴിമാറിക്കൊണ്ടിരിക്കുന്നതൊക്കെ ഇപ്പോൾ പറയുന്നുണ്ടെങ്കിലും എങ്ങോട്ടൊക്കെ വഴിമാറാൻ പോകും. കഠിനമായി പോയി അമേരിക്കൻ്റെ നിലപാടെന്ന് പറയുന്നത്. ഇത്രയും വലിയ തീരുവ നികത്തിയിട്ട് മറ്റുള്ളവരൊക്കെ അവിടെ അടിമകളാകും. ഒരു പക്ഷേ ആ രാജ്യത്തിന് കടബാധ്യത തീർക്കാൻ വേണ്ടി ചെയ്തൊക്കെ ആയിരിക്കാം. എന്തായാലും അത് തെറ്റായിപ്പോയി. അതിനുള്ള റിയാക്ഷനാണ് ഇത് വന്നു ഭവിച്ചിരിക്കുന്നത്. അതൊരു പാഠം പഠിക്കട്ടെ. കാര്യമൊക്കെ നല്ല കാര്യം തന്നെയാണ്. ഈ പറയുന്ന മറ്റു ആൾക്കാർ ഒന്നിച്ച് നിൽക്കുകയും ഇങ്ങനെ ഇതുപോലെ തന്നെ ഒരു ലോക പോലീസിന് കീഴിൽ കിടക്കുന്ന ഗതികേട് വരാതിരിക്കുകയും ചെയ്യുന്ന നിലപാട് നല്ല തന്നെയാണ്. അപ്പൊ എല്ലാവർക്കും അവരുടേതായ അവബോധം ഉണ്ടായിരിക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോഴൊക്കെ ഇപ്പോൾ തന്നെയാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അമിത പ്രചരണം നടത്തി കഴിയുമ്പോൾ ഉണ്ടാകുന്ന അപകടം എന്ന് ഭയങ്കരമാണ്. അന്ന് ഭയങ്കരമായിട്ട് സത്യസന്ധമായ മാധ്യമങ്ങൾ വാർത്ത കൊടുത്തില്ലെങ്കിൽ മനുഷ്യനെല്ലാം തെറ്റിദ്ധരിപ്പിക്കപ്പെടും. അങ്ങനെയാണല്ലോ ഒരു എത്രയോ 10-75 വർഷക്കാലത്തേക്ക് നീണ്ടു നിന്നില്ല ഈ ഇരുമ്പ് മുറ എന്ന് പറയുന്നത്. അതിനകെല്ലാം സ്വർഗ്ഗമാണെന്നല്ലേ പറഞ്ഞിരുന്നത്. അപ്പൊ എന്നാ സംഭവിക്കുക, കാലഘട്ടങ്ങളിൽ യൂറോപ്പിൽ പഠിക്കുമ്പോൾ ബെർലിൻ നിന്ന് കാണാൻ, ഈസ്റ്റ് ബെർലിൻ നിന്ന് കാണാൻ പോയ കാര്യം ഓർക്കാം. ഈസ്റ്റ് ബെർലിൻ കാണാൻ പോയിട്ട് എന്തെല്ലാം നടപടിക്രമങ്ങളാണ്. അങ്ങോട്ട് കടക്കുന്നതിന് മുമ്പ് തന്നെ അടുത്ത റെയിൽവേ സ്റ്റേഷൻ കയറി നമ്മുടെ ഉടുപ്പും വസ്ത്രം എല്ലാം ഊരി മാറ്റി കംപ്ലീറ്റ് ചെക്ക് ചെയ്ത് ഇപ്പുറം നിന്ന് ജനാധിപത്യ രാജ്യം ഒരു കടലാസ് പോലും കൈ കാണാൻ പാടില്ലെന്നുള്ള മട്ടിൽ നമ്മളെ ചെക്ക് ചെയ്ത് നിയന്ത്രിച്ച് പുറത്ത് അപ്പുറം കൊണ്ടുചെന്നത്. ഇതൊക്കെ അനുഭവമാണ്. കൊണ്ടുചെന്ന് കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്ന നമ്മുടെ ഇടവും വലവും പോലീസുകാരെ അവർ നിശ്ചയിക്കുന്ന സ്ഥലങ്ങൾ മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ. അതുപോലെ വളരെ രഹസ്യാത്മകമായിട്ട് കൊണ്ടു നടന്നിട്ട് ആ രഹസ്യമെല്ലാം പൊട്ടി പോളീഷായി പുറത്തു പോയില്ലേ. എന്നാ സംഭവിച്ച് അവിടെ കിടന്ന് ജനം ആപ്പെടെ വിഷമിച്ചു. അവർ രക്തബന്ധത്തിൽപ്പെട്ടവരെ ഇപ്പറേ കിടക്കുന്നത്. അത് മാത്രമൊന്നുമല്ല, അവർ പട്ടിണി, ദാരിദ്ര്യം, അവരെ കുറെ ചെറുപ്പക്കാർ ഹങ്കർ വഴി ഇപ്പറ വന്നപ്പം കണ്ടതെന്താ, വളരെ ഫലഭൂയിഷ്ടമായി നിൽക്കുന്ന സ്ഥലങ്ങൾ. അപ്പോഴോ മുഴുവൻ കാട് കയറി ഒരു ഫലവും. കാരണം പ്രൈവറ്റ് പ്രോപ്പർട്ടി. അതുകൊണ്ട് അങ്ങനെ ദാരിദ്ര്യം ഒന്ന് അനുഭവിച്ചു കഴിഞ്ഞവർ ഇപ്പറേ വന്നു ഇവിടെ വളഞ്ഞു കിടക്കുന്ന വാഴക്കൊല കണ്ടിട്ട് നന്ദിക്കുന്നു പോയി. വാഴക്കൊലകൾ വിളഞ്ഞു കിടക്കുന്നത് നന്ദിച്ചു പോയി. അവരെല്ലാം ഒന്നിച്ച് വന്ന് ബെർലിൻ മതിന് മുകളിൽ കയറിയുന്ന ആളുകൾ ആക്കട്ടെ വെച്ച് ആ ഇടിച്ച് തകർത്തതല്ലേ ബെർലിൻ മതിൽ തകർത്തു എന്ന് പറയുന്ന സംഭവം. അങ്ങനെയല്ലേ ഈസ്റ്റ് ജർമ്മനിയും വെസ്റ്റ് ജർമ്മനിയും ഒന്നായി തീരുകയും ഒന്നായി തീർന്നത് എന്നാ സംഭവിക്കുന്നത്. വലിയ താല്പര്യപൂർവ്വം ഇവിടെ കാത്തിരുന്നതാണ്. ഞങ്ങൾ ജനം അപ്പുറേ കിടക്കുന്ന അയ്യോ ഇത് മതിൽ തകർക്കണം എന്ന് പറയും കാരണവന്മാര്. പിന്നീട് ഒരിക്കലും അവരെ സംബന്ധിച്ച് അവർ അയ്യോ അത് തകർക്കണ്ടായിരുന്നു. കാരണം എന്താ, 75 വർഷം കൊണ്ട് അവരുടെ ധാർമ്മികത മുഴുവൻ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഇവരെ എന്തും ചെയ്യുന്ന മടിയില്ലാത്തവരാണ്. ഇവിടെ വന്ന് മുഴുവൻ മോഷ്ടിച്ചുകൊണ്ട് പോവുകയാണ്. ഞങ്ങൾ പെൺപിള്ളേരെ കൂടി മോഷ്ടിച്ചുകൊണ്ട് പോകും. അയ്യോ ഇത് വേണ്ടായിരുന്നേ എന്ന് നിലവിളിക്കുന്ന കാരണവന്മാരെ കാണാൻ ഇടയായിട്ടുണ്ട്. 75 വർഷം കൊണ്ട് നിരീശ്വരത്വത്തിന്റെ ഫലം ഇതായിരുന്നു സംഭവിച്ചത്. ധാർമ്മികതയുടെ തകർച്ച. അത് കഴിഞ്ഞ് അത് തകർച്ച വീണ്ടും തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ എവിടെയെല്ലാം പിന്നെ അടയ്ക്കപ്പെട്ട ദേവാലയങ്ങൾക്ക് തുറന്ന ദേവാലയങ്ങൾ കുറേശ്ശെ ആളില്ലെങ്കിലും കുറേശ്ശെ പ്രവർത്തനം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആളുകൾ ഇങ്ങോട്ട് വരാൻ തുടങ്ങി. വെസ്റ്റ് ജർമ്മനിലേക്ക് വന്ന് ഒരിക്കൽ ട്രെയിനിൽ വെച്ച് അവിടുത്തെ ഒരു ഇവരെയായിട്ട് സംസാരിക്കേണ്ടതായി. ട്രെയിനിലാണ്, അധികം പേരൊന്നുമില്ല. സംസാരിച്ചു കഴിഞ്ഞു. ഐ വാസ് ടോക്കിംഗ് അബൌട്ട് ജീസസ്. ഈശോ മിശിഹായോട് അവരോട് സംസാരിച്ചപ്പോൾ പറയാ ഹൂ ഈസ് ദാറ്റ് ഗൈ എന്നാ ചോദിച്ചു. ഹൂ ഈസ് ദാറ്റ് ഗൈ? യേശു എന്ന് പറയുന്ന ആള് ഗൈ ഒരു വ്യക്തി ഇതാണ്, ആരാന്നാ ചോദിച്ചേ. ആലോചിച്ച് നോക്കിയാൽ 75 വർഷക്കാലത്തേക്ക് അടച്ചു പൂട്ടി കഴിഞ്ഞു. നമുക്കും ഇങ്ങനെ തന്നെയാ. നമ്മുടെ മതബോധനം നിർത്തിക്കാൻ, നമ്മുടെ ദേവാലയത്തെ പ്രഘോഷങ്ങൾ നിർത്തിക്കാൻ, അതുപോലെ നമ്മുടെ ഇങ്ങനെയുള്ള സംഘടനാ പ്രവർത്തനങ്ങളെല്ലാം നിർത്തിക്കാൻ അടുത്ത തലമുറ വരുമ്പോൾ ഹൂ ഈസ് ജീസസ് എന്ന് ചോദിക്കും. ഇപ്പം തന്നെ ചോദിച്ചാൽ ഈശോ ആരാണെന്ന് ചോദിച്ചാൽ കണ്ണുപിടിച്ചിരിക്കുന്ന കാണാൻ പാടില്ല. ദൈവത്തിന്റെ പുത്രനാകുമെന്ന് പച്ചയ്ക്ക് പറയാനുള്ള ധൈര്യം കൊടുക്കത്തക്ക രീതിയിൽ വിശ്വാസ പരിശീലനം വളരാത്ത കാലഘട്ടം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇന്നത്തെ ചിന്ത ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതായത് അടുത്ത വാക്യം പിന്നീട് ഈ മാധ്യമങ്ങളെ കുറിച്ചുള്ള അടുത്ത വെള്ളിയാഴ്ച തുടരുന്നതാണ്. എന്തായാലും ശരി, മാധ്യമങ്ങളുടെ പ്രസക്തിയെ മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ അതിവർണ്ണന ചെയ്യുന്ന പോകുന്നതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് നുണകൾക്ക് വിധേയമാകാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുകയും വേണം. താങ്ക് യു വെരി മച്ച്. ഒരിക്കൽ കൂടി ഹാപ്പി ഓണം.